നമസ്കാരം. സുഗന്ധഗിരി മരം കൊള്ള നടന്നത് വനംവകുപ്പ് ജീവനക്കാരുടെ ഒത്താശയോടെ എന്ന് വ്യക്തമാക്കി ഡോക്ടർ എൽ ചന്ദ്രശേഖർ IFSന്റെ റിപ്പോർട്ട്. DFO ഷജ്നയടക്കം 18 ഉദ്യോഗസ്ഥർ കൃത്യവിലോപം നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഫോറസ്റ്റ് വിജിലൻസ് ആൻഡ് ഇന്റലിജൻസിന്റെ ചുമതലയാണ് ചന്ദ്രശേഖറിനുള്ളത്. സുഗന്ധഗിരിയിലേത് ഇപ്പോഴും വനഭൂമിയാണെന്നും ആദിവാസികൾക്ക് പതിച്ചു നൽകിയിട്ടില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മരമുറി പൂർണ്ണമായും അനധികൃതമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. DFO ഷജ്നയടക്കം ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ്. ഫോറസ്റ്റ് വാച്ചറായ ജോൺസൺ 52,000 രൂപ കൈക്കൂലി വാങ്ങി. ജീവനും സ്വത്തിനും ഭീഷണിയായ 20 മരം മുറിക്കാനാണ് അനുമതി നൽകിയത്. ഇതിന്റെ മറവിൽ 107 മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. ഗുരുദാസൻ എന്നയാൾ കരാർ ലംഘനം നടത്തി. സുഗന്ധഗിരിയിൽ നിന്നും കോഴിക്കോട്ടേക്കും വരദൂരിലേക്കും വൈത്തിരിയിലേക്കും മരം കൊണ്ടുപോയി. ഉദ്യോഗസ്ഥർ അനധികൃതമായി പാസ് നൽകി. പാസിൽ സർക്കാർ മുദ്ര പതിച്ചില്ല. DFO ഷജ്ന ഫീൽഡ് പരിശോധന നടത്തിയില്ല. റേഞ്ച് ഓഫീസർ നീതു ഗുരുതര കൃത്യവിലോപം നടത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അനധികൃത മരമുറി കണ്ടെത്തുന്നതിൽ ഇരുവരും പരാജയപ്പെട്ടു. നഷ്ടപ്പെട്ട മരവും വാഹനവും ഇനി കണ്ടെത്താനുണ്ട്. ഫോറസ്റ്റ് വാച്ചർ ജോൺസൺ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KK ചന്ദ്രൻ എന്നിവർ മരം മുറിച്ച് കടത്തുന്നതിന് ആസൂത്രണം നടത്തി. സെക്ഷനിലെ ജീവനക്കാർ മൊത്തം കൂട്ടുനിന്നു. DFO ഷജ്ന കേസെടുത്ത ശേഷവും വിഷയം ഗൗരവത്തിലെടുത്തില്ല. DFOയുടെ ഭാഗത്തു നിന്ന് മേൽനോട്ട വീഴ്ചയുണ്ടായി. DFOയുടെ വിശദീകരണം ചോദിച്ച് നടപടിയെടുക്കണമെന്നും പ്രതി ചേർത്ത കൈവശക്കാരെ സാക്ഷികളാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജോൺസണെതിരെയും ചന്ദ്രനെതിരെയും വിജിലൻസ് അന്വേഷണം വേണം. DFO ഷജ്ന, റേഞ്ച് ഓഫീസർ നീതു എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നും എൽ ചന്ദ്രശേഖർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ബുധനാഴ്ചയാണ് ചന്ദ്രശേഖർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ജീവനും സ്വത്തിന് ഭീഷണിയെന്ന് പറഞ്ഞ് 20 മരം മുറിക്കാൻ അനുമതി നൽകി. ഇതിൽ തന്നെ വെറും 3 മരങ്ങളാണ് ഭീഷണിയായിട്ടുള്ളത്. 20 മരങ്ങളുടെ മറവിൽ 107 മരങ്ങൾ മുറിച്ചു കടത്തുകയും ചെയ്തു. പരിശോധന നടത്താതെയാണ് മഹസർ രേഖപ്പെടുത്തിയത്. ഓഫീസിലിരുന്നാണ് മഹസർ തയ്യാറാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജീവനക്കാരുടെ ഭൂമിയിലും മരമുറി നടന്നു. കൽപ്പറ്റ സെക്ഷനിലെ എല്ലാ ജീവനക്കാരും വനം സംരക്ഷിക്കുന്നതിൽ പരാജയമാണ്. സെക്ഷനിലെ ജീവനക്കാർ മൊത്തം ഇതിന് കൂട്ടുനിന്നു. ഫ്ലൈയിങ് സ്ക്വാഡ് പൂർണ്ണ പരാജയമാണ്. ജോൺസണും KK ചന്ദ്രനും ഗുരുതര കുറ്റം ചെയ്തു. DFO ഷജ്ന കേസ് എടുത്ത ശേഷവും ഗൗരവത്തിലെടുത്തിട്ടില്ല. ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെന്നും മുറിച്ച കുറ്റികൾ യഥാസമയം കണ്ടെത്താനായില്ലെന്നും ഇതിൽ പറയുന്നു. ഇത് കുറ്റവാളികൾക്ക് തുടർന്നും മരം വെട്ടാൻ അവസരമായി. മഹസറിലെ ന്യൂനത പരിഹരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണം. പാസിൽ ഓൺലൈൻ സംവിധാനം കൊണ്ടുവരണം. പാസ് ഇടയ്ക്കിടെ ഫോറസ്റ്റ് വിജിലൻസ് പരിശോധന നടത്തണം. DFO ഷജ്ന, റേഞ്ച് ഓഫീസർ നീതു എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നും നീതുവിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സൗത്ത് വയനാട് DFO A ഷജ്ന, ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ സജീവൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി എന്നിവരെയായിരുന്നു ബുധനാഴ്ച രാത്രി സസ്പെൻഡ് ചെയ്തത്. പക്ഷേ ഉത്തരവിറങ്ങിയതിന് പിന്നാലെ എല്ലാം മരവിപ്പിച്ചു. വിശദീകരണം ചോദിച്ച ശേഷം നടപടി മതി എന്നതായിരുന്നു പുതിയ തീരുമാനമെന്നാണ് വനംവകുപ്പ് വിശദീകരിച്ചത്. നേരത്തെ സസ്പെൻഡ് ചെയ്യപ്പെട്ട കൽപ്പറ്റ റേഞ്ച് ഓഫീസർ K നീതുവിനെതിരെയുള്ള നടപടി അങ്ങനെ തുടരുകയും ചെയ്യും. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു ഷജ്ന ഉൾപ്പെടെ 3 പേരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങിയത്. സൗത്ത് വയനാട് ഡിവിഷന്റെ ചുമതലയുള്ള നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലിനും ഫ്ലൈയിങ് സ്ക്വാഡിന്റെ ചുമതല താമരശ്ശേരി റേഞ്ച് ഓഫീസർ വിമലിനും നൽകാനും ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉത്തരവ് മരവിപ്പിക്കാൻ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് കഴിഞ്ഞ ദിവസം വൈകിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ഒറ്റവരി ഉത്തരവിലാണ് സസ്പെൻഷൻ മരവിപ്പിച്ചിരിക്കുന്നത്. മരമുറിയിൽ മുഖം നോക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുമെന്നായിരുന്നു വനം മന്ത്രിയുടെ പ്രഖ്യാപനം. വനംവകുപ്പ് വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ ഉത്തരവ്. APCC പ്രമോദ് G കൃഷ്ണൻ ബുധനാഴ്ച ഷജ്നയോട് വിശദീകരണം ചോദിച്ചിരുന്നെങ്കിലും അസിസ്റ്റന്റ് കൺസർവേറ്റർ മുതൽ മുകളിലോട്ടുള്ളവരുടെ നിയമന അധികാരി സർക്കാർ ആയതിനാൽ ഈ മെമ്മോ പിൻവലിക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. സർക്കാരിൽ നിന്നും പിന്നീട് വിശദീകരണം ചോദിക്കലോ മറ്റോ ഉണ്ടാവാതെയാണ് സസ്പെൻഷൻ ഉത്തരവിറങ്ങിയത്. വേണ്ടത്ര നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയതെന്ന വിമർശനവും ഉയർന്നിരുന്നു.